ഈ പേരിനൊപ്പമുള്ള IPS അത് നീക്കം ചെയ്യണമെന്നുള്ള കാര്യം വന്ന ഘട്ടത്തിൽ എന്താണ് ആദ്യം മനസ്സിലേക്ക് വന്ന കാര്യം? അതോടൊപ്പം അങ്ങനെ നീക്കിക്കഴിഞ്ഞാലും അങ്ങേ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം മറ്റു പല മാധ്യമങ്ങളിലുമൊക്കെ തന്നെയും അങ്ങ് കൃത്യമായി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ IPS നീക്കിക്കഴിഞ്ഞാൽ ശ്രീലേഖ അത്തരത്തിൽ അറിയപ്പെടാത്തൊരാളായി മാറിപ്പോകുമോ? അതല്ല, IPS എന്നുള്ളത് വേണ്ട എന്ന് തോന്നിയത് എനിക്ക് തന്നെയാണ്. കാരണം ഇതിനെതിരെ ഒരു പ്രതികരണം ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. എൻ്റെ പേരിനോടൊപ്പം IPSും കൂടെ വെച്ച് പ്രചാരണം നേടി എനിക്കൊരു എന്തോ വലിയ കാര്യം നടക്കാനുണ്ട് എന്നുള്ളൊരു എതിർപ്പ് ഉയർന്നു വന്നു എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട്, അപ്പോൾ അങ്ങനെ അവരൊരു കുറേ ആൾക്കാരോട് പറഞ്ഞു, അവരുടെ വീട്ടിൻ്റെ മുന്നിൽ എൻ്റെ പോസ്റ്റർ വെച്ച് IPS എന്ന് വെച്ചിരിക്കുന്നത് IPS വിറ്റ് വോട്ടാക്കാനാണെന്നുള്ള ഒരു രീതിയിൽ ഒരു അഭിപ്രായം ഉയർന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ച് ഞാൻ തന്നെ പറഞ്ഞതാണ്. ഇപ്പം പലർക്കും മനസ്സിലാവാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ചെയ്യുമോ? ഒരു സ്ഥാനാർത്ഥി വന്ന് ഇങ്ങനെ പേരിൻ്റെ കൂടെയുള്ള IPS എന്തിന് വെട്ടണം, എങ്ങനെ വെട്ടണം, എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് അവർ എന്നോട് ആരെങ്കിലും അത് നിർദ്ദേശിച്ചു എന്ന് പറയുന്നത്. എനിക്കൊരു നിർദ്ദേശവും ഇടത്തൊന്നും കിട്ടിയിട്ടില്ല, ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ സ്വയം എടുത്ത തീരുമാനമാണ്. എനിക്ക് ഈ IPSൻ്റെ ബലമില്ലാതെ തന്നെ ശ്രീലേഖ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ അറിയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, കൂടാതെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് അത് മാറ്റിയത്.